നമസ്കാരം. പ്ലസിലേക്ക് സ്വാഗതം. ഭീകരരൊക്കെ തന്നെ ഒന്നിച്ച് നീങ്ങുന്നു. ഒരു വലിയ പടപ്പുറപ്പാട് ഭാരതത്തിനെതിരായി നടത്തുന്നുവെന്നുള്ള സൂചന ഇതിനോടകം തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനും സജ്ജമായി തന്നെയാണ് ഇന്ത്യൻ സേനയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. POKയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയും പോർമുനകൾ തീ തുപ്പുന്നതിൽ യാതൊരു ദയാദാക്ഷിണ്യം കാട്ടില്ല എന്നുള്ള താക്കീത് കൂടി അവസരത്തിൽ നൽകുകയാണ്. 1-10 തന്നെ ഇനി തിരിച്ചടി ഉണ്ടാകും. പാകിസ്ഥാൻ ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ-തയ്യബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഒരു സംയുക്ത യോഗം നടത്തി മുന്നോട്ട് പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ബഹാവൽപൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം കൃത്യമായി തന്നെ അത് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് ഈ ഭീകര സംഘടനകൾ അവിടെ ഒരു രഹസ്യ യോഗം ചേർന്നത്? അവരുടെ നീക്കം എന്താണ്? അത് പ്രതിരോധിക്കാനും അതിനെ തടയിടാനും വേണ്ടിയുള്ള അതീവ ജാഗ്രതയിൽ തന്നെയാണ് സുരക്ഷാ സന്നാഹങ്ങൾ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തു ഭാവിച്ചുള്ള നീക്കങ്ങൾ എന്ന കരുതൽ തന്നെയാണ് സേനകൾക്ക് മുന്നിലുള്ളത്. ഭീകര നേതാക്കൾ തമ്മിലുള്ള പതിവ് കൂടിക്കാഴ്ചയായി ഇതിനെ കാണാനും ഏജൻസികൾ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അസം മുനീർ പാകിസ്ഥാന്റെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പരമോന്നത സൈനിക മേധാവിയായി മാറുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കൊലവിള നടത്താൻ ഒട്ടും തന്നെ മടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈഫുള്ള കസൂരി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പതിവായി തന്നെ ബഹാവൽപൂർ സന്ദർശിക്കാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബഹാവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ചുട്ടുചാമ്പലാക്കിയിരുന്നു ഇന്ത്യൻ സേന. അവിടെ വീണ്ടും അവ പടുത്തുയർത്താനായി കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാൻ സർക്കാർ ചെലവിട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതിനു വേണ്ടി ഈ രണ്ട് ഭീകര ഗ്രൂപ്പുകളും ഇനി ഒറ്റക്കെട്ടായി തന്നെ മത്സരിക്കാൻ, ഒറ്റക്കെട്ടായി തന്നെ ആക്രമിക്കാനുള്ള നീക്കം തന്നെയാണ് നിലവിലുള്ളത്. അവരുടെ ഏകോപനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾക്കായിട്ടാണ് ഉന്നത നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തിയെന്നാണ് വിലയിരുത്തുന്നത്. ഈ നീക്കങ്ങൾക്ക് തുടർച്ചയുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ തന്നെ കസൂരി ബഹാവൽപൂരിലേക്ക് ഒരു രഹസ്യ സന്ദർശനം നടത്തി. അവിടെ ഭീകര പ്രവർത്തനങ്ങളുടെ സംയുക്ത ആസൂത്രണത്തെക്കുറിച്ച് ലഷ്കർ-ഇ-തയ്യബയും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ ചർച്ചകൾ നടത്തി. ആ രീതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ സഹകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇവർ എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്? ഇനി അതോ കൂടിക്കാഴ്ച നടത്തി കബളിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇനി മറ്റു രീതിയിൽ മതപരമായ ഒത്തുചേരലായും ഈ യോഗങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. സൈഫുള്ള കസൂരി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേര് സീറത്ത്-ഇ-നബി സാഹിഖ് അൽ-ബുഖാരി എന്നാണ്. ബഹാവൽപൂരിലെ ജാമിയ ഉമ്മു അബ്ദുൽ അസീസ്, തൗഫീഖ് ചൗക്ക്, അഹമ്മദുൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഇത് നടക്കുന്നത്. വനിതാ ജിഹാദിസ്റ്റുകളും ഇതിൽ പങ്കെടുക്കുന്നുവെന്നാണ് ഇന്റലിജൻസിന്റെ സൂചന. നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ഭാര്യമാരെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ വനിതാ ഭീകരരുടെ പങ്കാളിത്തം കൂടി ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. സുരക്ഷ കൂടുതൽ കനപ്പിച്ച് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിനെതിരെ പുതിയൊരു ഗൂഢാലോചന അവരുടെ അണിയറയിലുണ്ട് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സുരക്ഷാ സേന എലിറ്റിയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. ആഭ്യന്തര സുരക്ഷാ ഏജൻസികളിലും ഉടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏകോപിത ഭീകര പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉള്ള ഒരു യോഗം എന്ന രീതിയിലാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്.